തലമുറകളെ സംഗീതത്തിന്റെ മായിക ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ആ സ്വരമിനി ഓർമ്മകളിൽ മാത്രം. അനുഗ്രഹീതമായ സ്വരമാധുര്യവും ആലാപനസിദ്ധിയുമായി ആസ്വാദ ലോകത്തിന് ഓർത്തുപാടാൻ നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വിട പറഞ്ഞത്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തിന് ഒരിക്കലും നികത്താനാകാത്ത ശൂന്യത. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതം. 20ഓളം ഭാഷകളിലായി 20,000-ലേറെ ഹിറ്റ് പാട്ടുകൾ. സ്നേഹവും വാത്സല്യവും തുടങ്ങി മനുഷ്യരെ കൂട്ടിയിണക്കുന്ന പാട്ടുകളാണ് ജാനകിയമ്മയിൽ നിന്ന് അനായാസം ഒഴുകിയെത്തിയത്. 1956 ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2ാം സ്ഥാനത്തിന് അർഹയായതോടെയാണ് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. 1957 തന്റെ 19ാം വയസ്സിൽ വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചിലപ്പതിറാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര പിന്നണി രംഗത്തേക്കും അരങ്ങേറ്റം കുറിച്ചു. 1000-ലേറെ മലയാള സിനിമാ ഗാനങ്ങൾക്കും ജാനകിയമ്മ ശബ്ദം നൽകിയിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് ജാനകിയമ്മയെ തേടിയെത്തിയത്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള, തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. 2017 മൈസൂരുവിലെ മാനസ ഗംഗോത്രി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലായിരുന്നു ജാനകിയുടെ അവസാന സംഗീത നിശ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, നടൻ കമൽ ഹാസൻ, മമ്മൂട്ടി തുടങ്ങിയ നിരവധി പ്രമുഖർ വിഖ്യാത ഗായികയ്ക്ക് വാക്കുകളിലൂടെ ആദരാഞ്ജലി അർപ്പിച്ചു. രാവിലെ 8 മുതൽ മൈസൂരു മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനം. ഔദ്യോഗിക ബഹുമതികളോടെ മൈസൂരുവിലെ വീട്ടിൽ അന്ത്യവിശ്രമം. കാലം എത്ര കടന്നുപോയാലും ജാനകിയമ്മയുടെ സ്വരം സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ എന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ആ മധുര ശബ്ദം ഇനി ഓർമ്മകളിലൂടെ തലമുറകളെ തഴുകും. വിഖ്യാത ഗായികയ്ക്ക് വിട. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.